അപ്പോൾ ഈദ് മുബാരക് ഗൈസ്. ഈദായിട്ട് എന്താണ് സ്പെഷ്യൽ എന്നല്ലേ? വരൂ നമുക്ക് നോക്കാം. ഇതാണ് ഒറിജിനൽ ബാവർജി റെസ്റ്റോറൻറ്റ്. RTC ക്രോസ് റോഡിലാണ് ഇതുള്ളത്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർക്ക് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല. ബിവെയർ ഓഫ് ഫേക്ക് ബ്രാഞ്ചസ് എന്ന് ഫ്രണ്ടിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ചിലർ ബാവർജി റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ട് പറയും അവിടുത്തെ ബിരിയാണി കൊള്ളില്ലെന്ന്. പക്ഷേ അത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സീറ്റ് ലഭിച്ചു. മെനു കണ്ട് ഞെട്ടിയെങ്കിലും ഇതൊക്കെയല്ലേ, ഒരു മിനിമം ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ മിനി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ പ്ലേറ്റും സോസും റൈത്തയൊക്കെ കൊണ്ടുവച്ചു. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. അതിൻ്റെ കൂടെ 10 രൂപയുടെ ഒണിയൻ സലാഡും കൂടെ ഓർഡർ ചെയ്തു. കാണാനൊക്കെ നല്ല ഗുമ്മുണ്ട്. 160 രൂപയുടെ ബിരിയാണി ആണെങ്കിലും വിളമ്പിത്തരാൻ ആളെത്തി. ഹായ്, എന്താ ബിരിയാണി, എന്താ ഒരു പീസ്, എന്താ ഒരു ലുക്ക്. ഇനിയൊന്ന് ഷാപ്പിടാം. നല്ല നെയ്യടയൊക്കെ മണമുണ്ടായിരുന്നു. പിന്നെ പീസും നല്ല സോഫ്റ്റാണ്, കൊള്ളാം. നല്ല റൗണ്ടായി കട്ട് ചെയ്ത് വെച്ച ഒണിയൻ കൂട്ടി നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഇനി ഇച്ചിരി സോസും തൈരും ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് പ്ലെയിൻ ബിരിയാണിയാണ്. ഹലീമില്ലാതെ എന്തൊരു ഈദ്. അങ്ങനെ ഞാൻ പാരഡൈസിൽ എത്തിപ്പെട്ടു. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. പാഴ്സൽ വാങ്ങാനാണ് കൂടുതലും തിരക്ക്. അകത്ത് അത്രയും തിരക്കില്ലായിരുന്നു. റെസ്റ്റോറൻറ്റ് കാണാൻ മൊത്തത്തിലൊരു കളറൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള മെനു ആണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അത് അവർ ടേബിളിൽ ക്ലോത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്നു. അതും ഒരു ബിസിനസ് ട്രിക്കാണ്. അങ്ങനെ ഞാൻ ഹലീം ഓർഡർ ചെയ്തു, ചിക്കൻ ഹലീം. 5 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്ത് അവസാനം ഹലീം എത്തിയിട്ടുണ്ട് ഗൈസ്. നാരങ്ങ പിഴിയാതെ എന്തൊരു ഹലീം. അതുകൊണ്ട് ഇച്ചിരി പിഴിഞ്ഞ് കളയാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒണിയൻ ഫ്രൈയും കശുവണ്ടിയും കൂട്ടി സോഫ്റ്റായ ഹലീം വായിൽ അലിഞ്ഞു പോയി. എന്താ ഒരു ടേസ്റ്റ്, സ്വർഗം. ഇതൊക്കെയാണ് പാരഡൈസിൻ്റെ ലൊക്കേഷൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്.